63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം റീൽസ് മത്സരത്തിൽ 2ാം സ്ഥാനം നേടാനായതിന്റെ സന്തോഷത്തിലാണ് കൊല്ലം ശൂരനാട് നടുവിൽ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. വിദ്യാഭ്യാസ വകുപ്പും SIETയും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത്. കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം മുത്തുക്കുടകളുമേന്തി കുട്ടികൾ അവതരിപ്പിച്ച നൃത്തശില്പമാണ് ഇത്തവണത്തെ റീൽസ് മത്സരത്തിൽ ഇവർക്ക് 2ാം സ്ഥാനം നേടിക്കൊടുത്തത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത സംഗീത സംവിധായകനുമായ ബാബു നാരായണൻ എഴുതി ചിട്ടപ്പെടുത്തിയ ഗാനത്തിനാണ് കുട്ടികൾ ചുവടുവെച്ചത്. മത്സര ഇനങ്ങൾ മേളയിൽ മാറ്റുരയ്ക്കാനെത്തുന്ന ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും. പൂർവ്വ വിദ്യാർത്ഥിയും നൃത്ത അധ്യാപികയുമായ കലാമണ്ഡലം നീതുജി രാജാണ് നൃത്തം ചിട്ടപ്പെടുത്തിയത്. 63ാമത് സംസ്ഥാന കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റീൽസ് മത്സരം, അത് സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു മത്സരമായിരുന്നു. അപ്പോൾ അതിലും നമ്മുടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ പങ്കെടുക്കുകയും സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം നേടുകയും ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാബു മാഷ്, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നമ്മുടെ കുട്ടികളെ അതിൻ്റെ റീൽസിൻ്റെ ആ ഒരു മ്യൂസിക് ചെയ്തത് ബാബു മാഷാണ്. അതുപോലെ തന്നെ നീതി ടീച്ചർ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഡാൻസ് കുട്ടികളെ അതിനുവേണ്ടി സജ്ജരാക്കിയ നീതി ടീച്ചറും ബാബു മാഷും കൂടെയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ 2ാം സ്ഥാനം, സംസ്ഥാന തലത്തിൽ തന്നെ 2ാം സ്ഥാനം കിട്ടിയതിൽ. 2000-ൽ പരം റീൽസുകളാണ് മത്സരത്തിന് ഉണ്ടായിരുന്നത്. ഇതിൽ 2ാം സ്ഥാനം നേടാനായതിൻ്റെ സന്തോഷത്തിലാണ് കുട്ടികളും സ്കൂൾ അധികാരികളും. കലോത്സവ നഗറിലെ VIP പവിലിയനിൽ വെച്ച് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ പുരസ്കാരം വിതരണം ചെയ്തു. ശാസ്താംകോട്ട ഉപജില്ലാ കലോത്സവത്തിന് കഴിഞ്ഞ വർഷങ്ങളിൽ തുടർച്ചയായി LP വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരാണ് ഈ സ്കൂൾ. സാധാരണ ഞങ്ങളുടെ LP സ്കൂളിലെ കുട്ടികൾക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവം ദൂരെ നിന്ന് നോക്കിക്കാണുക മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. കാരണം അവരുടെ മത്സരങ്ങൾ സബ് ജില്ലാ തലത്തിൽ അവസാനിക്കും. പക്ഷേ പൊതുവിദ്യാഭ്യാസ വകുപ്പും SIETയും സംഘടിപ്പിച്ച ഈ റീൽസ് മത്സരത്തിലൂടെ സംസ്ഥാന കലോത്സവത്തിൻ്റെ ഭാഗമാകാനും ഒപ്പം തന്നെ ആ ആവേശം, സംസ്ഥാന കലോത്സവത്തിൻ്റെ ആവേശം ഉൾക്കൊള്ളാനും ഞങ്ങളുടെ കുട്ടികൾക്കും കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇങ്ങനെയൊരു സംരംഭം ആരംഭിച്ചത് പബ്ലിസിറ്റി കമ്മിറ്റിക്കും അതുപോലെ SIETക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. കൂടാതെ തന്നെ ഞങ്ങളുടെ കുട്ടികൾ കഴിഞ്ഞ വർഷങ്ങൾ തുടർച്ചയായിട്ട് ശാസ്താംകോട്ട ഉപജില്ലാ കലോത്സവത്തിൽ ഓവറാൾ കിരീടം നേടുന്ന കുട്ടികളാണ്. ഇപ്രാവശ്യം LP വിഭാഗത്തിൽ 13 ഇനങ്ങളിൽ 6 ഇനങ്ങൾക്ക് ഫസ്റ്റ് A ഗ്രേഡ് നേടിയാണ് ഞങ്ങൾ ഓവറാൾ കിരീടം സ്വന്തമാക്കിയത്. അപ്പോൾ അവർക്കും സംസ്ഥാന കലോത്സവത്തിൻ്റെ ഭാഗമായി റീൽസ് ചെയ്യാൻ കഴിഞ്ഞതിൽ, അതിൽ 2ാം സ്ഥാനം നേടാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ ദൂരെ നിന്നുള്ള കാഴ്ചക്കാർ മാത്രമാകുമ്പോഴാണ് ഇത്തവണത്തെ റീൽസ് മത്സരത്തിലൂടെ കലോത്സവത്തിന്റെ ഭാഗമാകുവാൻ LP സ്കൂളുകൾക്ക് കഴിഞ്ഞത്.